ജെയിംസ് സാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ അതെ. ഗുഡ് മോർണിംഗ് ജെയിംസ് സാർ. ഗുഡ് മോർണിംഗ് സ്മിത. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹായ് ജെയിംസ് സാർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ ഗസയിൽ വീണ്ടും ആക്രമണമാണ്, ഓരോരുത്തരായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വാർത്തകൾ വരുമ്പോൾ ആന്റണി ബ്ലിങ്കൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും സ്മിത, വലിയ ഒരു പ്രതീക്ഷ നൽകുന്നൊരു വരവാണ്. പക്ഷേ 10ാമത്തെ വരവാണ്, അതുകൊണ്ട് എന്ത് പ്രതീക്ഷിക്കാം എന്നെനിക്കറിയില്ല. എന്തായാലും US-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ വിമാനം ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചയുണ്ട്. വെടിനിർത്തൽ തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച. ഖത്തറും ഈജിപ്തും അമേരിക്കയും ചേർന്ന് കഴിഞ്ഞ മാസങ്ങളായി നടത്തി വരുന്ന ചർച്ചയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിന് പിറകെയാണ് അമേരിക്കയുടെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ നിർബന്ധിക്കാനും സമ്മർദ്ദം ചെലുത്താനും വേണ്ടിയാണ് ആ വരവ്. പക്ഷേ ഇസ്രായേൽ ആ തരത്തിലൊന്നല്ല കാര്യങ്ങൾ. ഇസ്രായേലിൻ്റെ വ്യോമസേനയും അവരുടെ സൈന്യവും വലിയ രീതിയിലുള്ള ആക്രമണം ഗസയിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ മധ്യ ഗസയിൽ ദേർ അൽ ബലാഹിൽ നടന്ന ആക്രമണത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 6 പേർ കുട്ടികളാണ്. ഒരു അമ്മ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ 15 മാസം പ്രായമുള്ള കുട്ടിയടക്കമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആക്രമണത്തിനൊരു കുറവുമില്ല. മരണസംഖ്യ 40,100-ൽ കവിഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടക്കുന്നത്. വെടിനിർത്തൽ ചർച്ചയിൽ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി അത് ഇസ്രായേൽ തള്ളിയിരുന്നു. പക്ഷെ അതിൽ 6 ആഴ്ചയ്ക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, തൊട്ടുപിറകെ അതിൻ്റെ ഭാഗമായിട്ട് പലസ്തീൻ തടവുകാരെയും ഇസ്രായേലിലെ ബന്ദികളെയും വിട്ടയക്കുക, പിന്നീട് 3 ഘട്ടമായിട്ടുള്ള ഒരു വെടിനിർത്തലിനെ കുറിച്ചാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നറിയേണ്ടതുണ്ട്. എന്തായാലും ഹെസ്ബുള്ളയുമായി ലെബനനിലും അതുപോലെ ഹൂതികളുമായി ചെങ്കടലിലും പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഈ തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ വീണ്ടും അമേരിക്കയിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണോ അതോ ബ്യൂട്ടി കോൺടെസ്റ്റ് ആണോ നടക്കുന്നത് എന്നുള്ളൊരു സംശയം ഇന്നലെ നമുക്ക് വന്നു. കാരണം ട്രംപിന്റെ ഒരു പരാമർശമാണ് കമലാ ഹാരിസിനേക്കാളിൽ സുന്ദരൻ ഞാനാണെന്ന് പറയുന്നു. ആ ടൈം മാഗസിന്റെ കവർ പേജിൽ കമലാ ഹാരിസിന്റെ ചിത്രം വന്നതിനെ പരിഹസിക്കുന്നു. എന്താ റിപ്പബ്ലിക്കൻ പാർട്ടി തന്ത്രം മാറ്റുകയാണോ? ക്രിസ്റ്റീന, കമലാ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഹെർ മോമെന്റ് എന്നാണ് ടൈം മാഗസിൻ അവരുടെ കവറിൽ. അത് സ്കെച്ചിങ് ആണ്. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ചിത്രമാണ് വന്നത്. അതേ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം നടക്കുന്നത്. പക്ഷേ ഇന്ന് പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. കമലാ ഹാരിസിനെ അമേരിക്കയുടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. അമേരിക്കൻ സമയം കുറച്ചുകൂടി വൈകിയായിരിക്കും, പക്ഷേ ഇന്ന് ആരംഭിക്കുകയാണ് ഷിക്കാഗോയിൽ. അതിൽ വെച്ച് അവരുടെ ഈ കൺവെൻഷൻ്റെ ഒടുവിൽ ഉള്ള അവരുടെ പ്രസംഗത്തിന് കാതോർത്തിരിക്കുകയാണ് ജനം. നേരത്തെ അത്ര നല്ല ഇതായിരുന്നില്ല അവർക്ക്. കാരണം വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവർക്ക് തിളങ്ങാനൊന്നും കാര്യമായി പറ്റിയില്ല. ജോ ബൈഡൻ്റെ കയ്യിലായിരുന്നു അധികാരം. അമേരിക്കയുടെ ഭരണഘടന എടുത്താൽ വൈസ് പ്രസിഡന്റുമാർക്ക് വലിയ അധികാരമൊന്നുമില്ല. പ്രസിഡന്റ് എന്ന് പറയുന്നു, അത് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ വൈസ് പ്രസിഡന്റിന് സ്ഥാനം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രകടനം മങ്ങിയ പ്രകടനമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുകയും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ സംസാരമൊക്കെ മാറിയിരിക്കുന്നു. വളരെ ടഫായിട്ട് സംസാരിക്കുന്ന, വളരെ ചിരിച്ച് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ, പണ്ട് ജോൺ എഫ് കെന്നഡിയൊക്കെ മത്സരിച്ചിരുന്ന രീതിയിൽ ജനങ്ങൾ വലിയ രീതിയിൽ അവർ ചുറ്റും കൂടുന്നു. കറുത്ത വംശജർ, ഏഷ്യൻ വംശജർ, അതുപോലെ തന്നെ സ്ത്രീകൾ, അബോർഷനെതിരെ അവരെടുത്ത നിലപാടുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ കമലാ ഹാരിസ് ആഘോഷിക്കപ്പെടുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ക്രിസ്റ്റീന ചോദിച്ച പോലെ സൗന്ദര്യത്തെ ചൊല്ലിയുള്ള ഒരു വലിയ മത്സരം വന്നിരിക്കുന്നത്. കാരണം അവർ വലിയ സുന്ദരിയാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അമേരിക്കയിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാനാണ് കൂടുതൽ സുന്ദരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം പെൻസിൽവാനിയയിലെ സ്റ്റേറ്റിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൽ ഒട്ടും സൂഹിക്കാതെ പോയത് എന്തുകൊണ്ട് ടൈം മാഗസിൻ കമലാ ഹാരിസിൻ്റെ ചിത്രം കൊടുത്തു, അതും ഫോട്ടോയല്ല കൊടുത്തിട്ട് സ്കെച്ചാണ്. അവരെ കാണാൻ വലിയ ഭംഗിയില്ലാത്തതുകൊണ്ടാണ് സ്കെച്ച് വരയ്ക്കേണ്ടി വന്നതെന്ന് വരെ പരിഹസിച്ചു. എന്തായാലും ഒരു തേർഡ് റേറ്റ് തരത്തിലേക്ക് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചരണം പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ അവൻ മുന്നേറുന്നതിൽ പരിഭ്രാന്തനാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് നേരത്തെ ജോ ബൈഡനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ
അവർക്കൊരു മുൻതൂക്കം കൽപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ ട്രംപ് പിന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കമലാ ഹാരിസ് പ്രസിഡന്റ് ആവും എന്ന തരത്തിലാണ് അമേരിക്കയിലെ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ട് അങ്ങനെ സംഭവിച്ചാൽ കറുത്ത വംശജയായ വനിതയായ ഒരാൾ പ്രസിഡന്റ് ആവുന്നത് ആദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഇതുവരെ വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞ ഒരുപാട് സെക്ടറിൽ നിന്നുള്ള ആൾക്കാർ വളരെ ആവേശത്തോടെ, ചെറുപ്പക്കാർ, സ്ത്രീകൾ ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നു. ഇതാണ് വല്ലാത്ത രീതിയിൽ റിപ്പബ്ലിക്കൻ ക്യാമ്പിനെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ജെയിംസ് സാർ, ഈ യുക്രൈൻ്റെ മുന്നേറ്റം തുടരുകയാണ് റഷ്യൻ മേഖലയിൽ. പക്ഷേ ഇപ്പോൾ മലയാളികൾക്ക് ദുഃഖകരമായൊരു വാർത്ത കൂടി അതിനൊപ്പം വരുന്നു. റഷ്യൻ സേനയിലെ തൃശ്ശൂർ സ്വദേശി സന്ദീപ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി, അല്ലേ? സ്മിത, ഒരു പക്ഷേ ഈ യുക്രൈൻ യുദ്ധം കഴിഞ്ഞ് 2.5 വർഷം എടുത്താൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും മുന്നേറുന്ന അവസ്ഥയാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ 2022 ഫെബ്രുവരി 24 നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. തലേദിവസം തന്നെ പറഞ്ഞു ഒരുപക്ഷെ യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ യുദ്ധമുണ്ടായി. നമ്മളത് തീരുമെന്ന് വിചാരിച്ചു. ഒരാഴ്ച കൊണ്ട് റഷ്യ എല്ലാം പിടിച്ചടക്കുമെന്നാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും യുദ്ധവിദഗ്ധരൊക്കെ പറഞ്ഞു. അത്രയും മൈറ്റി സൈനിക ശക്തിയുള്ള റഷ്യ ഒരു താരതമ്യേന ചെറിയ സൈനിക ശക്തിയുള്ള യുക്രൈനുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. പക്ഷേ ഉക്രൈനും ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധവും ഇതും കുട്ടിയോടുകൂടി അവർ ശക്തമായിട്ട് പോരാടി. ഇതിലൊരു സൈക്കോളജിയും കൂടിയുണ്ട്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, സർവൈവലാണ്. അവർ രാജ്യം ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. റഷ്യൻ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂമി പോയി പിടിച്ചടക്കാൻ പോകുന്നു, അവരുടെ ജീവനാണ് പ്രധാനം. അതുകൊണ്ട് സൈക്കോളജിക്കലി യുക്രൈൻ മൊളോട്ടോവ് അടക്കമുള്ള നാടൻ പെട്രോൾ ബോംബുകളൊക്കെ ഉപയോഗിച്ച് ഇവരെ തകർത്തു. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. റഷ്യക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. പിന്നീട് റഷ്യ തിരിച്ചു വന്നു, കിഴക്കൻ യുക്രൈൻ പിടിച്ചടക്കി. 18% സ്ഥലം ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായ രീതിയിൽ ഉക്രൈൻ സേന 10,000-കണക്കിന് ആൾക്കാർ, സൈനികർ, 1000-കണക്കിന് ടാങ്കുകളുമായി റഷ്യയുടെ മണ്ണിലേക്ക് കയറിയത്. അവർ ക്രസ്ക് പിടിച്ചു, മറ്റ് നഗരങ്ങൾ, സുത്സ എന്ന നഗരം പിടിച്ചു. ഇപ്പോൾ ഇന്നലെ വലിയൊരു പാലം തകർത്തു, ഇന്ന് 2ാമത്തെ പാലം തകർത്തു. മുന്നോട്ട് പോകാനാവാതെ പുട്ടിനും പുരൊക്കെ അന്താളിച്ച് നിൽക്കുകയാണ്. അതിനിടയിലാണ് തൃശ്ശൂർ സ്വദേശിയായ സന്ദീപ്, മലയാളിയാണ്, അദ്ദേഹത്തിന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഹോട്ടലിലെ ജോലി എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അവിടെ സേനയിലാണ് പോകേണ്ടി വന്നത്. അവിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത വരുന്നു. ഒരുപാട് ഇന്ത്യക്കാരെ ഇങ്ങനെ പറ്റിച്ച് റഷ്യയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ റഷ്യയിൽ ജോലി കിട്ടാമെന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് മലയാളികൾ അതിൻ്റെ പിറകെ പോകാവൂ. സന്ദീപ് കൊല്ലപ്പെട്ടത് നമുക്കൊക്കെ വലിയ സങ്കടമുള്ള കാര്യമാണ്. ശരി, താങ്ക് യു സ്മിത, താങ്ക് യു ക്രിസ്റ്റീന. താങ്ക് യു സർ. അപ്പോൾ ജെയിംസ് സാർ ഇൻ്റർനാഷണൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.